ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കടലമാവും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ഈ 3 നേന്ത്രപ്പഴം നമുക്കിന്ന് തോലൊക്കെ കളഞ്ഞെടുക്കാം. ഇപ്പോൾ നല്ല പഴുത്ത പഴം കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റേത് ഒരുപാട് പഴുത്ത് ഇതായി പോയിട്ടില്ല, എന്നാലും മധുരമുള്ള അത്യാവശ്യം മധുരമുണ്ട്. എന്നാലും ഇത് കണ്ടില്ലേ, എനിക്കിതിങ്ങനെ തോല് കളയുമ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും. നല്ല പഴുത്ത പഴം കുറച്ചുകൂടി ടേസ്റ്റ് കൊടുക്കും കേട്ടോ. അങ്ങനെ നമുക്ക് ഇതിൻ്റെ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ തോല് കളഞ്ഞെടുക്കാം. അപ്പോൾ അതേ നേന്ത്രപ്പഴം ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് കട്ട് ചെയ്യുന്നത് ഇതേപോലെ ഇങ്ങനെ ക്രോസിലാണ് കട്ട് ചെയ്യുന്നത്. ക്രോസിൽ ഇതാ ഇങ്ങനെ ചരിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നോക്കാം, പഴം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതേപോലൊരു ബൗളെടുക്കാം. ഇതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു പിഞ്ചോളം വരുന്ന മഞ്ഞളിൻ്റെ പൊടി, ഒരു കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവറിനായിട്ടുള്ള ഏലക്ക പൊടിച്ചതാണ്. ഇത് ഞാൻ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചെടുത്തതാണ്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിൽക്ക് പൗഡർ 1 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ പഞ്ചസാരയൊക്കെ നമ്മൾ ചേർത്തത് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അല്ലാതെ മുട്ട ഇങ്ങനെ പതഞ്ഞ് വരണം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ഒന്ന് മുട്ടയിലൊന്ന് അലിഞ്ഞ് ചേരണം. ആ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ പഞ്ചസാരയൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തരികളൊന്നുമില്ല, പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിലേക്ക് നമ്മുടെ ഈ മിക്സ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല പഴുത്ത പഴമാണെങ്കിൽ പഞ്ചസാര ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ മധുരം എത്ര വേണം അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെ എല്ലായിടെയും നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഞാൻ ഇതേപോലൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് വരുന്ന കടലമാവാണ് എടുത്തിട്ടുള്ളത്, അതിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഇവിടെ മുട്ടയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഇട്ടിട്ട് നന്നായിട്ട് ഈ കടലമാവ് ഈ പഴത്തിൽ നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പഴവും കൂടി ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. വലിയ പാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുറച്ചായിട്ട് ഇതേപോലെ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് ഇതേപോലൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
അപ്പോൾ നോക്കാം, മുഴുവനും ഇതേപോലെ ഞാനിവിടെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഓയിൽ ഇപ്പോൾ അത്യാവശ്യം ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിളച്ച ചൂട് വേണ്ട, അതിലൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു അല്പം താത്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളിതിവിടെ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിയായ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം കേട്ടോ. അതിന് മറക്കരുത് കേട്ടോ. അഭിപ്രായം എന്താണെങ്കിലും ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും പറഞ്ഞോളൂ കേട്ടോ, അഭിപ്രായം അറിയിച്ചോളൂ. ഇത് നമുക്ക് ഒരു ഭാഗം ആകുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ 2 ഭാഗവും ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴവും കോഴിമുട്ടയും കടലമാവൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായോ എന്ന് എന്നോട് അഭിപ്രായം അറിയിക്കണം കേട്ടോ. അപ്പോൾ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും തരാനും മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.